വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ള ചിക്ക് പീ വെജിറ്റബിൾ സാലഡാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. മാത്രമല്ല ഇതിൽ ധാരാളം പ്രോട്ടീൻസും മിനറൽസും വിറ്റമിൻസും ഫൈബേഴ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് ലോസിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാലഡും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ അടിപൊളി ചിക്ക് പീ സാലഡ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പോളം വെള്ളക്കടല ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെന്തുടഞ്ഞു പോവാതെ ഇതുപോലെ, ഇത് കണ്ടില്ലേ, അധികം വെന്തുടഞ്ഞിട്ടില്ല. നമുക്ക് കഴിക്കാൻ പാകത്തിൽ മാത്രം വേവിച്ചെടുക്കുക. ഓവറായിട്ട് ഒട്ടും വേവിക്കാതെ ഇരിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് നല്ല ക്രിസ്പിയായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. 1 ടീസ്പൂൺ ഒനിയൻ പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പപ്രിക്ക പൗഡർ. ഇതിന് പകരം നിങ്ങൾക്ക് സാധാരണ മുളക് പൊടിയും ഉപയോഗിക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർക്കുക. ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ കടല വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പ് മാത്രം മതി. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിന്ന് OTGയിൽ വെച്ചിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഒരു ബേക്കിംഗ് ട്രേയിൽ ബേക്കിംഗ് പേപ്പർ വിരിച്ചതിന് ശേഷം കടല ഇതേപോലെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അവനിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ OTG ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എയർ ഫ്രയറിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനിന്ന് OTGയിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ 200 ഡിഗ്രിയിൽ താഴെയും മുകളിലും ഹീറ്റാവുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് 20 മിനിറ്റാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്ക് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയതുപോലെ ഉണ്ടാവും. കുറച്ച് സമയം വെച്ച് റൂം ടെമ്പറേച്ചറിലാവുമ്പോഴേക്കും അതൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ ഞാനിവിടെ സാലഡിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കുക്കുംബറും സവാളയും പാഴ്സ്ലി ലീവ്സുമാണ് എടുത്തത്. പാഴ്സ്ലി ലീവ്സിന് പകരം നിങ്ങൾക്ക് മല്ലിയില എടുത്താലും മതിയാവും. പിന്നെ നിങ്ങൾക്കിതിൽ എക്സ്ട്രാ വെജിറ്റബിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ 3 എണ്ണമാണ് വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു മിനി ചോപ്പർ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സാലഡ്സിനുള്ള വെജിറ്റബിൾസൊക്കെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ അഗാരോ മിനി ചോപ്പർ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്വിച്ചാണ് കേട്ടോ ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു ചാർജിങ് കേബിളും കൂടി നമുക്ക് കിട്ടും. ഇത് റീചാർജ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഇതുപോലൊരു കേബിൾ നമുക്ക് വാങ്ങുമ്പോൾ തന്നെ കിട്ടും. ഇതാണ് ചാർജ് സോക്കറ്റ്. ഇവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തുന്നത്. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് അതിൻ്റെ മോട്ടോർ ബേസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്ന ബോളിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു സ്പ്ലാഷ് ഗാർഡ് വരുന്നുണ്ട്. ഇതാകുമ്പോൾ നമ്മുടെ മോട്ടോർ ബേസിലേക്ക് പച്ചക്കറികളൊന്നും തെറിച്ച് പോവില്ല കട്ട് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ആ ഒരു മോട്ടർ വരുന്ന ഭാഗം നമുക്ക് കഴുകിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, നല്ല ഷാർപ്പായിട്ടുള്ളൊരു ബ്ലേഡ് ഉണ്ട്. ഇതിങ്ങനെ 3 ബ്ലേഡ് താഴെ മുതൽ മുകളിൽ വരെ ഉള്ളതുകൊണ്ട് ഇതിൽ നിറയെ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 8-10 സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുക്കുംബർ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അടപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 15 സെക്കൻഡ്സ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോഴേക്കും തന്നെ ഇത് റെഡി ആവട്ടെ. അതിൻ്റെ ഉള്ളിൽ തന്നെ റെഡി ആവും. ഒരു 8-10 സെക്കൻഡ്സ് കൊണ്ട് തന്നെ എനിക്ക് റെഡിയായി കിട്ടാറുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കുക്കുംബറൊക്കെ നല്ലതുപോലെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ചില ചോപ്പർ ഉപയോഗിക്കുന്ന സമയത്ത് കുക്കുംബർ കട്ട് ചെയ്യുമ്പോൾ അതിലിങ്ങനെ വെള്ളം ഇറങ്ങിയതുപോലെ തോന്നും. ഇതിന് ആ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നമ്മൾ കത്തി വെച്ചിട്ട് എങ്ങനെയാണ് ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് അതേപോലെ ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒട്ടും വെള്ളം ഇളകി വരാൻ ഒന്നുമില്ല. നമുക്കിനി സവാളയും കൂടി ഇതേപോലെ കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ല, ഇങ്ങനെ കൈവെള്ളയിൽ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറിയൊരു ചോപ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ പുറത്തൊക്കെ ബാർബിക്യൂ അങ്ങനെയൊക്കെ പോയിട്ട് ബീച്ചിലും അല്ലെങ്കിൽ പാർക്കിലൊക്കെ പോയിട്ടൊക്കെ സാലഡൊക്കെ ആ സമയത്ത് ഉണ്ടാക്കുമല്ലോ, അപ്പോഴൊക്കെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള വളരെ ഉപകാരമുള്ള ഒരു മിനി ചോപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നോക്കിക്കോളൂ. അപ്പോൾ ഞാനിതിൽ നമ്മുടെ പാഴ്സ്ലി ലീവ്സും ഒക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മല്ലിയില പുതിനയില ഒക്കെ ഇതിൽ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചോപ്പ് ചെയ്തെടുക്കാം. അതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനും നല്ല എളുപ്പമാണ്. നമ്മൾ ചോപ്പ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ സാധാരണ വെള്ളത്തിലൊന്ന് കഴുകുമ്പോഴേക്കും തന്നെ ക്ലീനായി കിട്ടും. അത്രയും എളുപ്പമാണ്.
ഇനി നമുക്ക് സാലഡ് ഡ്രസ്സിങ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ തഹീനി പേസ്റ്റാണ് എടുത്തത്. തഹീനി പേസ്റ്റിന് പകരം നിങ്ങൾക്ക് കുറച്ച് കശുവണ്ടി അരച്ചിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പീനട്ട് ബട്ടർ എടുത്താലും മതി. ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, ഒരു 2 നുള്ളു ഉപ്പ്. പാപ്രിക്ക പൗഡറിന് പകരം സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ തേനാണ് മധുരത്തിന് വേണ്ടിയിട്ട്. എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്, സാധാരണ പച്ചവെള്ളം. അത് ചേർത്തിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വെജിറ്റബിൾസിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തഹീനി പേസ്റ്റിന് പകരം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പീനട്ട് ബട്ടർ ചേർക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹമൂസൊക്കെ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിങ് ഇതിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മൾ തയ്യാറാക്കിയ മുഴുവൻ ഡ്രസ്സിങ്ങും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ, അതിപ്പോൾ ചിക്ക് പീസ് അത് നല്ല ക്രിസ്പിയായി മാറിയിട്ടുണ്ട്, നല്ല ക്രഞ്ചിയായി മാറിയിട്ടുണ്ട്. അത് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു ചിക്ക് പീസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പാഴ്സ്ലി ലീവ്സ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ ഒരു സാലഡൊക്കെ, ഇതുപോലുള്ള സാലഡൊക്കെയാണ് നമുക്ക് കഴിക്കുന്നതെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് രാത്രിയിലൊക്കെ നമുക്ക് സാലഡ് കഴിച്ച് മടുക്കുക എന്ന് പറയില്ലേ, ആ ഒരു മടുപ്പ് ഉണ്ടാവില്ല കേട്ടോ. അത്രയും ടേസ്റ്റിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്